ഹായ് മക്കളെ, വെൽക്കം ടു എക്സാം പോയിന്റ്. മിസ് എന്തിനിന്നിവിടെ വന്നിരിക്കുന്നേ? നമുക്കറിയാം മൺഡേ മുതൽ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ. അപ്പോൾ മൺഡേ നമുക്ക് ക്ലാസ് 9 സോഷ്യൽ സയൻസ് ആണ് എക്സാം. സോ മിസ്സിനറിയാം നമ്മളെല്ലാവരും എക്സാമിനുള്ള എല്ലാ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇനി എക്സാം ഹാളിലേക്ക് പോകാനുള്ള റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം മിസ് ഇവിടെ വന്നിരിക്കുന്നത് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയും റിവിഷൻ കംപ്ലീറ്റ് ആവാത്ത കുട്ടികളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ ചെറിയ ഡൗട്ടുള്ള പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് ആയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേണിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഓൾറെഡി ഓണം എക്സാം എഴുതി, അപ്പോൾ പാറ്റേണിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ, നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ പോർഷൻസ് ഒക്കെയാണ് എക്സാമിനുള്ളതെന്നൊന്ന് നോക്കാം അല്ലേ. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഫസ്റ്റ് നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിൽ ടേബിൾ ഉണ്ടാകും, ടേബിൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാനുള്ള സെക്ഷനാണ് നിങ്ങളുടെ ഈ 1 മാർക്കിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്താണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 14 ഈച്ച് ക്യാരീസ് 3 സ്കോർ. 3 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻസർ എനി 10 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 26. 15 മുതൽ 26 വരെയുള്ളതിൽ നിങ്ങൾ എന്താണ് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഈച്ച് ക്യാരീസ് 4 സ്കോർ. 4 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ ഏതാണ്? ആൻസർ ദ ക്വസ്റ്റ്യൻസ് 27 and 28 ആസ് പെർ ദ ഡയറക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 and 28 നമുക്ക് എന്താണ് എസ് എ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. അതിനെന്താ നമുക്ക് ഓറും ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ വേണം അതിൽ സെലക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ആൻസർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സാമിന് എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. സോ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോർഷൻ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ക്ലാസ് 9 എന്താണ് സോഷ്യൽ സയൻസ് 1 and 2 ഉണ്ട്. സോഷ്യൽ സയൻസ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി പാർട്ടാണല്ലേ. ഹിസ്റ്ററിയിൽ നമുക്ക് 4 ചാപ്റ്റർ ആണ് ഉള്ളത്. ഏതൊക്കെയാ? ചാപ്റ്റർ 3 ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദി ഇന്ത്യൻ സൊസൈറ്റി. ആൻഡ് ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും അതിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസ് ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അതാണ് നമ്മുടെ ചാപ്റ്റർ 5 എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 7 എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫിയിലും സെയിം നമുക്ക് എന്തുണ്ട് 4 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലേറ്റോ വെയർ ദ എർത്ത്സ് ഹിസ്റ്ററി സ്ലംബേഴ്സ്. അതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. ആൻഡ് ചാപ്റ്റർ 5 ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്. 3 സെക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ. ദെൻ ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. സോ ഇത്രയാണ് നമ്മുടെ നമ്മുടെ ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സിൽ വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് മിസ്സിനെ അറിയാം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ലാസ്റ്റ് മിനിറ്റിൽ ചെറിയ ഡൗട്ട്സ് മാത്രം ക്ലിയർ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്കിനി എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ട പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ?
മക്കളെ നമ്മളെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിസ് 8 ചാപ്റ്റർ നമുക്കുണ്ടായിരുന്നു, ജോഗ്രഫിയും ഹിസ്റ്ററിയും കൂട്ടി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. സോ അതിൽ ഡൗട്ട് ചോദിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ഗൈഡിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് എല്ലാം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ആരും ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പോയി എക്സാം എഴുതി ക്രിസ്മസ് വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.